സ്വാമിയേ ശരണമയ്യപ്പ. മാളിയപ്പുറത്തമ്മ ദേവലോകമാതാവേ ശരണമയ്യപ്പ. ശ്രീ മഹാദേവിയൈ നമ. ശ്രീ ലളിതാ ത്രിപുരസുന്ദര്യൈ നമ. ഞാൻ മാടവന പരമേശ്വരൻ നമ്പൂതിരി, മുൻ ശബരിമല മാളിയപ്പുറം മേൽശാന്തി. രാമായണത്തിലെ ശൂർപ്പണഖയുടെ കഥയുടെ ഭാഗങ്ങളും അതിൻ്റെ തത്വമാണ് നമ്മൾ അനുസ്മരിച്ച് നിർത്തിയത്. അപ്പോൾ ആഗ്രഹങ്ങളുടെ പ്രതീകമാണ് ശൂർപ്പണഖ എന്നുള്ള ഭാഗമാണ് നമ്മൾ നിർത്തിയത്. തുടർന്നുള്ള ഭാഗങ്ങൾ നമുക്ക് നോക്കാം. ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ജാനകി ജീവനസ്മരണം ജയ് ജയ് രാമ രാമ. നമ പാർവതീപതേ ഹര ഹര മഹാദേവ. അപ്പോൾ ജ്ഞാനിയായിട്ടുള്ള ഒരാൾ ആഗ്രഹത്തെ ആദരിച്ചാലും അനാദരിച്ചാലും കുഴപ്പമാണ് എന്നാണ് പറഞ്ഞു വരണത്. അപ്പോൾ ശൂർപ്പണഖയെ നമ്മൾ അനാദരിച്ചത് കൊണ്ട് ഖരദൂഷണ ത്രിശിരാക്കളും അസംഖ്യം രാക്ഷസന്മാരും എതിർക്കാനും രാവണൻ സീതയെ അപഹരിക്കാനും എല്ലാം ഇടയായത് അതുകൊണ്ടാണല്ലോ. അപ്പോൾ അനാദരിച്ചത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. ആദരിച്ചിരുന്നെങ്കിലോ ഇങ്ങനെ ഒന്നും സംഭവിക്കുമായിരുന്നില്ല എന്ന് വിചാരിക്കണ്ട എന്നാണ് പറഞ്ഞു വരണത്. കാരണം ആദരിച്ചാൽ മറ്റൊരു രൂപത്തിലാണ് സംഭവിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ശൂർപ്പണഖയെ ആദരിച്ച് വിവാഹം കഴിച്ചിരുന്നു എങ്കിൽ ബലാത്കാരേണ അവൾ തന്നെ സീതയെ കൊല്ലുകയോ അകറ്റുകയോ ചെയ്യും. അപ്പോൾ ഏതായാലും ശൂർപ്പണഖ വന്നതോടെ സീതയ്ക്ക് ആപത്തായി എന്ന് മാത്രം പറയാം. അപ്പോൾ ആഗ്രഹം അങ്കുരിച്ചാൽ ജ്ഞാനം നശിക്കാതെ വയ്യ എന്നുള്ളതാണ് അവിടെ കാണിക്കണത്. അപ്പം ബ്രഹ്മവിദ്യയാണല്ലോ സീത എന്ന് പറഞ്ഞത്. അപ്പോൾ അതിനാൽ അപരോക്ഷമായിട്ടുള്ള ആത്മജ്ഞാനം തന്നെയാണ് സീത എന്നുള്ളതാണ്. അപ്പോൾ സീതയുടെ പാറാവുകാരനായിരുന്നു ജടായു ഇല്ലേ. അപ്പോൾ തത്വവിചാരം കൊണ്ടുണ്ടാകുന്ന പരോക്ഷജ്ഞാനത്തെയും തീവ്രമായിട്ടുള്ള വിഷയവൈരാഗ്യത്തെയുമാണ് ഇവിടെ ജടായുവായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ജ്ഞാനവൈരാഗ്യങ്ങൾ ബലപ്പെട്ടിരിക്കുമ്പോൾ ബ്രഹ്മവിദ്യ നിലനിൽക്കും. അവ ദുർബലങ്ങളോ നഷ്ടപ്രായങ്ങളോ ആയിത്തീരുമ്പോൾ അപരോക്ഷജ്ഞാനമാകുന്ന ബ്രഹ്മവിദ്യ നഷ്ടപ്പെടുകയും ചെയ്യും എന്നാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതാണ് ജടായുവിൻ്റെ ചിറക് മുറിഞ്ഞപ്പോൾ സീത നഷ്ടപ്പെടാനിടയായത് എന്ന് പറഞ്ഞത്. അപ്പോൾ വീണ്ടും ജ്ഞാനവൈരാഗ്യങ്ങൾ പ്രബലങ്ങളായി തീരുമ്പോൾ വീണ്ടും ബ്രഹ്മവിദ്യ പ്രകാശിക്കുകയും ചെയ്യും. അതിൻ്റെ തെളിവായിട്ടാണ് ജടായുവിൻ്റെ ചിറക് മുറിയുമ്പോൾ നഷ്ടപ്പെട്ട സീതാദേവിയെ എല്ലായിടത്തും തിരഞ്ഞിട്ടും കാണാതെ അവസാനം സമ്പാദിക്ക് നഷ്ടപ്പെട്ട ചിറക് മുളച്ചപ്പോൾ കണ്ടു കിട്ടുന്നതായി തുടർന്നുള്ള ഭാഗങ്ങളിൽ വർണ്ണിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ജടായുവിൻ്റെ ചിറകറ്റപ്പോൾ കാണാതായ സീതാദേവി സമ്പാദിക്ക് ചിറക് മുളച്ചപ്പോൾ പ്രയത്നം കൂടാതെ തന്നെ കാണപ്പെട്ടു എന്നുള്ളതാണ്. അതുവരെ പല സാഹസങ്ങൾ ചെയ്തിട്ടും പലയിടത്തും തിരഞ്ഞിട്ടും കാണപ്പെടാനിട വന്നില്ല എന്നുള്ളതാണ്. അപ്പം ജ്ഞാനവൈരാഗ്യങ്ങളും ബ്രഹ്മവിദ്യയും തമ്മിലുള്ള ബന്ധമാണ് ഈ വർണ്ണനത്തിൽ കൂടി വ്യക്തമാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അല്പമായിട്ടാണെങ്കിലും നാമരൂപങ്ങളിൽ അഭിനിവേശം ഉണ്ടാവാൻ പാടില്ല എന്നാണ്. അപ്പോൾ ബ്രഹ്മജിജ്ഞാസുവിന് അങ്ങനെ സംഭവിക്കുന്ന പക്ഷം അവൻ്റെ ജ്ഞാനം നഷ്ടപ്പെടും. ഇതിനെ ഏറ്റവും ദൃഢപ്പെടുത്തി കാണിക്കുകയാണ് ഈ പൊന്മാൻ വൃത്താന്തം കൊണ്ട് സാധിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് അതിൻ്റെ മറ്റൊരു പ്രത്യേകത. അപ്പോൾ ഒരു കാലത്ത് വളരെ തീവ്രമായ വൈരാഗ്യമുണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വിശേഷ പ്രയോജനമൊന്നുമില്ല എന്നാണ്. ഏത് കാലത്തും തീവ്രവൈരാഗ്യം നിലനിൽക്കുക തന്നെ വേണം. എങ്കിലേ കാലം കൊണ്ട് പ്രാരാബ്ധങ്ങളെ അതിജീവിച്ച് പൂർണ്ണതയിലെത്തൂ എന്നാണ്. അപ്പോൾ ശ്രീരാമന് അയോധ്യയിൽ വച്ചുണ്ടായിരുന്ന വൈരാഗ്യം പഞ്ചവടിയിലും ഉണ്ടായിരുന്നെങ്കിൽ പൊന്മാനെ ആഗ്രഹിക്കാനോ അതിൻ്റെ പിന്നാലെ പോവാനോ ഇടവരില്ല എന്നുള്ളതാണ്. അപ്പോൾ വൈരാഗ്യത്തിന് ശൈഥില്യം വന്നതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് സീതയെ നഷ്ടപ്പെടേണ്ടിയും വന്നു എന്ന് മാത്രമാണ്. ഇപ്പോൾ സത്സംഗം പോലുമില്ലാതെ സംസാരികളായ ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി വ്യാപരിക്കാൻ തുടങ്ങിയാൽ ഏത് ജ്ഞാനിക്കും വൈരാഗ്യത്തിന് ശൈഥില്യവും ആഗ്രഹത്തിന്
വളർച്ചയും ഒക്കെ ഉണ്ടാവുന്നതാണ് ഇതിൽ നിന്ന് നമ്മളെ കാണിച്ചു തരുന്നത്. അപ്പോൾ കാമത്തെ അല്ലെങ്കിൽ ആഗ്രഹത്തെ സ്വീകരിച്ചാലും നിഷേധിച്ചാലും എങ്ങനെയായാലും അതിൽ നിന്ന് ക്രോധം തുടങ്ങിയിട്ടുള്ള പലതരത്തിലുള്ള വികാരങ്ങൾ ഉണ്ടാവാം എന്നാണ്. അവയെല്ലാം തന്നെ ജീവനെ കഠിനമായിട്ട് ബുദ്ധിമുട്ടിപ്പിക്കുകയും ചെയ്യും. അതാണ് ഈ ശൂർപ്പണഖയെ തിരസ്കരിച്ചപ്പോൾ വന്നു ചേരുന്ന ഖരാദികളും അവരുടെ സംഘടനവുമെല്ലാം ചിത്രീകരിച്ചിരിക്കുന്നത്. അതിനാൽ ബ്രഹ്മജിജ്ഞാസുവിൻ്റെ ചിത്തത്തിൽ ആഗ്രഹം അങ്കുരിക്കാൻ ഇടവരാതെ അത്യന്ത ശ്രദ്ധയോടെ ഇരിക്കുക തന്നെ വേണം എന്നുള്ളതാണ്. അപ്പോൾ രാവണന് കുറേ മുമ്പ് തന്നെ സീതയെ തൻ്റേതാക്കിയാൽ കൊള്ളാമെന്ന മോഹം ഉണ്ടായിരുന്നു. അതിൻ്റെ ഫലമായിട്ടാണ് മിഥിലയിലേക്ക് സീതാവിവാഹത്തിന് പോലും പോയത്. അപ്പോൾ മഹേശ്വര ജാപം ഭഞ്ജിച്ചാൽ അന്ന് തന്നെ സീതയെ തൻ്റെ സ്വന്തമാക്കിക്കൊണ്ട് പോരാമായിരുന്നു. അതായിരുന്നു ഏറ്റവും ശരിയായ മാർഗവും. പക്ഷേ അത് രാവണന് സാധിച്ചില്ല എന്നുള്ളതാണ്. അപ്പോൾ ഏറ്റവും ശരിയായ നേരായ മാർഗത്തിൽ കൂടെ തനിക്ക് സീതയെ പ്രാപിക്കാൻ സാധ്യമല്ല എന്ന് മുമ്പ് തന്നെ രാവണന് അറിയാം എന്നുള്ളതാണ്. എന്നാൽ എങ്ങനെയെങ്കിലും കിട്ടിയാലും മതിയെന്നായി. പിന്നെ അതാണ് സന്ദർഭം വന്നപ്പോൾ അപഹരിക്കാൻ പോയത് തന്നെ. അപ്പം സീതയെ വശത്താക്കുന്നത് വരെ നിലനിൽക്കുന്നതും വിഷയാഗ്രഹങ്ങളിൽ മുഴുകിയതുമായിട്ടുള്ള ഒരു കപടസന്യാസി വേഷം കെട്ടിയാണ് പോയതെന്ന് കഥയിൽ പറയണു. അപ്പോൾ സീതയെ കിട്ടാൻ ഏറ്റവും പറ്റിയ വൃത്തി സന്യാസമാണെന്ന് രാവണനറിയാം. അതാണല്ലോ സന്യാസി വേഷം കെട്ടി പോയതും. പക്ഷേ സന്യാസം വേഷപ്രധാനമല്ല, ധർമ്മപ്രധാനമാണ് എന്ന് രാവണൻ ഓർത്തില്ല എന്നാണ് പറയുന്നത്. ധർമ്മമില്ലെങ്കിൽ വേഷം കൊണ്ട് സന്യാസി ആവില്ല എന്നാണ്. അപ്പോൾ ധർമ്മമുണ്ടെങ്കിൽ വേഷമില്ലെങ്കിലും സന്യാസി ആവുകയും ചെയ്യാം. അപ്പോൾ ത്യാഗത്തിൻ്റെയും വൈരാഗ്യത്തിൻ്റെയും ചിഹ്നമാണ് സന്യാസി വേഷം. അതില്ലാത്തവർക്ക് ആ വേഷം ഭൂഷണമാവാനായിട്ട് സാധിക്കില്ല, അല്ലെങ്കിൽ തരമില്ല എന്നൊക്കെയാണ്. അപ്പോൾ സന്യാസിക്ക് സീത അല്ലെങ്കിൽ ബ്രഹ്മവിദ്യ കാലം കൊണ്ട് വശകതയാവില്ല, അഥവാ കിട്ടിയാലും പ്രയോജനവുമില്ല. കാരണം രാവണൻ ത്യാഗിയല്ല, ഭോഗിയാണ്. അതിനാൽ സന്യാസി ആവാനും വയ്യ. അപ്പം സന്യാസി അല്ലാത്ത ഒരാൾക്ക് ബ്രഹ്മവിദ്യയാകുന്ന സീതയെ നേർവഴിയിൽ കൂടി കിട്ടാൻ സാധിക്കില്ല എന്നാണ്. അതാണ് വേഷം കെട്ടി സന്യാസിയായിട്ട് സീതയെ അപഹരിച്ചു കൊണ്ടുപോകുന്നതും എന്ന് പറയണു. അപ്പോൾ എന്നിട്ടും പ്രയോജനമുണ്ടായില്ലെന്ന് മാത്രമല്ല, ആപത്തുണ്ടാവുകയും ചെയ്തു. രാമൻ ത്യാഗിയാണ്, അതിനാൽ വേഷം കെട്ടാതെ തന്നെ സന്യാസിയാണ് അല്ലേ. അപ്പം സീതയെ നേർവഴിയിൽ കൂടി തന്നെ കിട്ടുകയും ചെയ്തു, പ്രയോജനപ്പെടുകയും ചെയ്തു. എന്നിട്ടും ത്യാഗവൈരാഗ്യങ്ങൾക്ക് ശൈഥില്യം വന്നപ്പോൾ സീത പോയി എന്നാണ് പറയണത്. അത് വീണ്ടും അതുണ്ടായപ്പോൾ സീതയെ തിരിച്ച് കിട്ടുകയും ചെയ്തു. അപ്പോൾ ഇങ്ങനെ എത്രയെത്ര തത്വരത്നങ്ങളാണ് ഈ കഥാഭാഗങ്ങളിൽ കൂടി ഉരുത്തിരിഞ്ഞു വരുന്നത് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അവയെ മുഴുവൻ നമുക്ക് അത് നിരൂപിക്കാൻ സാധ്യമല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. എങ്കിലും ഒന്ന് രണ്ടെണ്ണം കൂടി നമുക്കൊന്ന് നോക്കാം. അതായത് ഒരാൾ എത്ര തന്നെ നിഷ്കളങ്കനായാലും സ്ത്രീകളുമായി ഏത് പ്രകാരത്തിലെങ്കിലും ബന്ധപ്പെട്ടാൽ എന്തെങ്കിലും ചില ദോഷാരോപണങ്ങൾക്ക് പാത്രമാവേണ്ടി വരും എന്നുള്ളതാണ്. ഇനി മറ്റൊന്ന്, വാസ്തവത്തിൽ ലക്ഷ്മണൻ പരമനിഷ്കളങ്കനായിരുന്നു. എന്നിട്ടും സീതാദേവി ലക്ഷ്മണനിൽ പല ദോഷങ്ങളെയും ആരോപിച്ചുകൊണ്ട് അതിക്രൂരമായിട്ട് സംസാരിച്ചു എന്ന് നമുക്ക് കഥയെന്ന് മനസ്സിലാവുന്നുണ്ട് അല്ലേ. അപ്പോൾ അത് കേട്ട് പൊറുക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ലക്ഷ്മണൻ ആശ്രമം വിട്ടു പോവേണ്ടി വന്നത് തന്നെ. അതിൻ്റെ ഫലവും സീത തന്നെ അനുഭവിക്കുകയും ചെയ്തു. അപ്പോൾ നിഷ്കളങ്കനായ ഒരാളുടെ മനസ്സിനെ അകാരണമായിട്ട് വേദനിപ്പിച്ചാൽ അതിന് ഈശ്വരമുഖേന കഠിനമായ ശിക്ഷ കിട്ടും. ആ ശിക്ഷയാണ് സീത പിന്നീട് വളരെ കാലം അനുഭവിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി ത്രൈലോക്യ ചക്രവർത്തി എന്ന് പേരെടുത്തിട്ടുള്ളതായ രാവണൻ എന്തെല്ലാം നീചത്തരങ്ങളാണ് സീതാപ്രാപ്തിക്ക് വേണ്ടി ചെയ്തത് അല്ലേ. അപ്പോൾ വിവേകമില്ലെങ്കിൽ എത്ര തന്നെ വലിയ ആളായിട്ടും കാര്യമില്ല എന്നാണ് പറയണേ. വിചാരവും പ്രവൃത്തിയും വളരെ ദുഷിക്കും എന്നാണ്. അപ്പോൾ അവ ദുഷിച്ചാലുണ്ടാവുന്ന ഫലം നാശമാണ്. അതിനാൽ തൻ്റെ ഇടത്തോടും വിവേകത്തോടും കൂടി
ജീവിതം തന്നെ എല്ലാറ്റിലും വെച്ച് വലുതാണ് എന്ന് കരുതണം എന്നുള്ളതാണ്. അതുള്ളവൻ വലിയവൻ തന്നെയാവും എന്നാണ്. അപ്പോൾ നീചപ്രവൃത്തികളും കൃത്രിമങ്ങളാകുന്ന പുണ്യജീവിതം കൊണ്ടേ ശ്രേയസ് ഉണ്ടാവൂ, മറ്റെല്ലാം ദുഃഖത്തിനും ഉപദ്രവത്തിനും നാശത്തിനുമുള്ളതാണ്. ഇങ്ങനെ അവസാനമില്ലാത്ത തത്വരത്നങ്ങളെ നിറച്ചതാണ് പഞ്ചവടിയിലെ ആ കഥാ സന്ദർഭങ്ങൾ എന്ന് നമ്മൾ പ്രത്യേകം ഓർക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇനി ജഡായുവിന് സൽക്കതി കൊടുത്തയച്ച ശേഷം ഭഗവാൻ ലക്ഷ്മണനോടുകൂടി സീതയെ അന്വേഷിച്ചുകൊണ്ട് തെക്കോട്ട് നീങ്ങാൻ തുടങ്ങി എന്നാണ് രാമായണത്തിൽ പറയുന്നത്. അപ്പോൾ പല സ്ഥലങ്ങളിലും അന്വേഷിച്ചും താമസിച്ചും തെക്ക് ഭാഗത്തേക്ക് നടന്ന് ഏതാനും ദിവസങ്ങളെ കൊണ്ട് പ്രസിദ്ധനായിട്ടുള്ള മാതംഗ മഹർഷിയുടെ പുണ്യാശ്രമത്തിൻ്റെ പരിസരത്തിലെത്തി എന്ന് പറയണു. അപ്പോൾ മാതംഗ മഹർഷിയും അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരും ഒക്കെ മഹാസമാധിയെ പ്രാപിച്ചിട്ട് വളരെ ദിവസങ്ങൾ തന്നെ കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ആ ഗുരു പരമ്പരയിൽ ആരും ഇല്ലെന്ന് പറഞ്ഞുകൂടാന്ന് മാത്രമേ ഉള്ളൂ. ഒരു കാട്ടാള സ്ത്രീ മാത്രമുണ്ട്, അവരുടെ പേരാ ശബരി എന്നാണ്. അപ്പോൾ അവൾ മാത്രമാണ് ഇപ്പോൾ ആശ്രമത്തിൽ താമസിച്ച് തപാനുഷ്ഠാനങ്ങളെ നടത്തി വരുന്നതും. അപ്പോൾ ഈ വർത്തമാനം ഭഗവാൻ അറിഞ്ഞോ അറിയാതെയോ ഏതായാലും ശബരിയാശ്രമത്തിലേക്ക് പോയി എന്നാണ് കഥയിൽ പറയുന്നത്. അപ്പോൾ പരമഭാഗവതോത്തമയായ ശബരിയുടെ ചരിത്രം വളരെ രസകരമാണ് എന്നുള്ളതാണ്. അവൾ കേവലം ഒരു കാട്ടാള സ്ത്രീയാണ്. വിദ്യാഭ്യാസം, സത്സംഗം, സദാചാരനിഷ്ഠ എന്നിവ ഒന്നും കേട്ടിട്ടേയില്ല. അപ്പോൾ സഹജമായ കാട്ടാളധർമ്മത്തോടെ കാട്ടിൽ മറ്റ് കാട്ടാള ജനങ്ങളും ഒന്നിച്ച് കഴിഞ്ഞു വരുമ്പോഴാണ് യാദൃശ്ചികമായിട്ട് മാതംഗ മഹർഷിയുടെ ആശ്രമത്തെയും അവിടെ താമസിച്ചു വരുന്ന താപസികളെയും അവരുടെ തപോനുഷ്ഠാന സമ്പ്രദായങ്ങളുമൊക്കെ നേരിൽ കാണാനും അറിയാനും ഇടയായത് എന്നാണ്. അപ്പോൾ ഏതോ ഒരു പുണ്യാംശം അവളിൽ ഉണ്ടായിരുന്നതിനാലായിരിക്കണം ഒരുപക്ഷെ ആശ്രമത്തിൻ്റെയും തപസ്സികളുടെയും ദർശനത്തിന് തന്നെ ഇടയായത്. അപ്പോൾ ക്രമേണ അത് ഉണർന്ന് വികസിച്ച് കാലം കൊണ്ട് അവൾക്കും ആശ്രമ തപസ്സികളും വളരെ പഥ്യമായി തീർന്നു എന്ന് നമുക്ക് ഊഹിക്കാം. അപ്പോൾ അതിനാൽ ആശ്രമത്തിലെ നിത്യവാസവും തപസ്സികളുടെ നിത്യസമ്പർക്കവും കിട്ടിയാൽ കൊള്ളാമെന്ന ആഗ്രഹവും വളർന്നു വരാൻ തുടങ്ങി എന്നാണ്. പക്ഷെ ഒരു കാട്ടാള സ്ത്രീക്ക് തപസ്സികളുടെ പുണ്യാശ്രമത്തിലെ പ്രവേശനം തന്നെ ഇല്ലെന്നിരിക്കെ അവിടെ താമസിക്കാനും മറ്റും എങ്ങനെ സാധിക്കും? അപ്പോൾ പുണ്യവിശേഷത്തിൻ്റെ വികാസത്താൽ ആ സാധു സ്ത്രീക്ക് സത്സംഗതൃഷ്ണ വളർന്ന് പൊറുക്കാൻ വയ്യാതായി എന്ന് പറയണു. അപ്പോൾ ദൂരെ നിന്നിട്ടാണെങ്കിലും താപസികളുമായി ചില സമ്പർക്കം കിട്ടിയാൽ മതി എന്നായി പിന്നെ. പക്ഷെ എങ്ങനെ സാധിക്കാനാണ്? അവളോടുണ്ടോ താപസികൾ മിണ്ടുന്നു? അവർക്ക് എന്ത് കാര്യം? വിഷമിച്ച് ശബരി ദിവസം പ്രതി നിരാശ കൊണ്ട് തപ്പയാവാൻ തുടങ്ങി എന്നാണ് പറയുന്നത്. അങ്ങനെ കുറേ ദിവസം കഴിഞ്ഞപ്പോഴാണ് ഒരു പുതിയ യുക്തി തോന്നിയത് ശബരിക്ക്. സമ്പർക്കമില്ലെങ്കിൽ പോകട്ടെ, തപസികൾക്ക് അവരറിയാതെ തന്നെ എങ്കിലും എന്തെങ്കിലും സേവനങ്ങൾ ചെയ്യാമെന്നുള്ളതാണ് തോന്നിയ പുതിയ യുക്തി. അതനുസരിച്ച് രാത്രിയിൽ അവർ ഉറങ്ങുന്ന സമയത്ത് ആരും അറിയാതെ പുഷ്പം, പഴം, വിറക് തുടങ്ങിയ പദാർത്ഥങ്ങൾ ശേഖരിച്ച് ആശ്രമത്തിൻ്റെ പുരോഭാഗത്ത് കൊണ്ടുപോയി വയ്ക്കാനും അവർ നടക്കുന്ന വഴി അടിച്ചു വൃത്തിയാക്കാനും ഒക്കെ തുടങ്ങിയെന്നാണ്. അങ്ങനെ ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അതും കണ്ടുപിടിക്കപ്പെട്ടു എന്ന് പറയണു. അങ്ങനെ ശബരി മാതംഗ മഹർഷിയുടെ മുമ്പിലെത്താനിടയായി. ഏതായാലും കരുണാമയനായിട്ടുള്ള ഋഷി അവളുടെ ഇംഗിതത്തെ അറിഞ്ഞ് ആശ്രമത്തിൽ താമസിച്ചുകൊള്ളുവാൻ അനുവാദവും കൊടുത്തു. അന്നു മുതൽക്കാണ് ശബരി ഈ മാതംഗാശ്രമത്തിൽ താമസമാക്കിയത് എന്ന് പറയുന്നു. അപ്പോൾ വളരെ ദിവസത്തെ നിരന്തര സത്സംഗം കൊണ്ടും സൽക്കർമ്മ ആചരണങ്ങളെ കൊണ്ടും സദാചാരനിഷ്ഠമായ ജീവിതം കൊണ്ടും പരിശുദ്ധി വന്ന അവളിൽ ക്രമേണ ഭക്തിജ്ഞാന വൈരാഗ്യങ്ങൾ വളരാൻ തുടങ്ങി എന്നാണ്. കാലം കൊണ്ട് അവളൊരു നല്ല ഭക്തയായ തപസ്വിനിയായി തീർന്നു എന്നും പറയണു. പിന്നെയും കാലം നീങ്ങി അവിടുത്തെ തപസ്സികളൊക്കെ ശരീരം വിട്ട് പരഗതിയെ പ്രാപിക്കുകയും ചെയ്തു. തുടർന്നുള്ള ഭാഗങ്ങൾ നമുക്ക് അടുത്ത ദിവസം അനുസ്മരിക്കാം. സ്വാമിയേ ശരണമയ്യപ്പ. വാളിയപ്പുറത്തമ്മ ദേവി ലോകമാതാവേ ശരണമയ്യപ്പ. ശ്രീ മഹാദേവ്യേ നമഃ. ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ജാനകി ജീവനസ്മരണം.
ജയ് ജയ് രാമ രാമ.